ഇത് കണ്ടോ, ഇന്ന് കടയിൽ വന്ന അമ്പറ ഫിഷാണ്. ഇത് ഒമാനിൽ അമ്പറ എന്നാണ് പറയുന്നത്. നാട്ടിൽ ഇതിന് എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ കട്ടാക്കി കാണിച്ചത്. ഇതുണ്ട്, ഇതിൻ്റെ മീറ്റ് കണ്ടോ, വൈറ്റ് കളറാണ്. ഇത് ഓലക്കുടിയനല്ല. ഓലക്കുടിയൻ്റെ മീറ്റ് റെഡായിരിക്കും. ഇതുണ്ട്, ഇത് നല്ല അലുവ കഷ്ണം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുള്ളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അങ്ങനെ തൂക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല വൈറ്റ് കളറുമാണ്. പക്ഷെ ഓലക്കുടിയൻ ഇത്ര വൈറ്റ് കളറുമില്ല. ഓലക്കുടിയൻ റെഡ് മീറ്റാണ്. ഇതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലാകുന്നൊരു മീനാണ് ഈ ഒമാനിൽ. ഇതിൻ്റെ പേര് ഒമാനിൽ അമ്പറ എന്ന് പറയും. നല്ലപോലെ സെയിലാകുന്ന മീൻ. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ കട്ടാക്കി ഇതുപോലെ പ്ലേറ്റിലിട്ട് നല്ല വൃത്തിയായിട്ട് ട്രാപ്പൊക്കെ ചെയ്തിട്ട് കൊടുക്കണം ഒമാനിൽ. ഒമാനിൽ ഇങ്ങനെ പ്ലേറ്റിലാണ് ഇവർ ഏറ്റവും കൂടുതൽ മീനുകൾ വാങ്ങുന്നത്. ഇത്ര ക്ലിയറാക്കി ഇത് പ്ലേറ്റ് ഡ്രാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുകയല്ലോ. ഇത് കണ്ടോ, ഇന്ന് കടയിൽ വന്ന അമ്പറ ഫിഷാണ്. ഇത് ഒമാനിൽ അമ്പറ എന്നാണ് പറയുന്നത്. നാട്ടിൽ ഇതിന് എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ കട്ടാക്കി കാണിച്ചത്. ഇതുണ്ട്, ഇതിൻ്റെ മീറ്റ് കണ്ടോ, വൈറ്റ് കളറാണ്. ഇത് ഓലക്കുടിയനല്ല. ഓലക്കുടിയൻ്റെ മീറ്റ് റെഡായിരിക്കും. ഇതുണ്ട്, ഇത് നല്ല അലുവ കഷ്ണം പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുള്ളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. അങ്ങനെ തൂക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല വൈറ്റ് കളറുമാണ്. പക്ഷെ ഓലക്കുടിയൻ ഇത്ര വൈറ്റ് കളറുമില്ല. ഓലക്കുടിയൻ റെഡ് മീറ്റാണ്. ഇതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലാകുന്നൊരു മീനാണ് ഈ ഒമാനിൽ. ഇതിൻ്റെ പേര് ഒമാനിൽ അമ്പറ എന്ന് പറയും. നല്ലപോലെ സെയിലാകുന്ന മീൻ. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ കട്ടാക്കി ഇതുപോലെ പ്ലേറ്റിലിട്ട് നല്ല വൃത്തിയായിട്ട് ട്രാപ്പൊക്കെ ചെയ്തിട്ട് കൊടുക്കണം ഒമാനിൽ. ഒമാനിൽ ഇങ്ങനെ പ്ലേറ്റിലാണ് ഇവർ ഏറ്റവും കൂടുതൽ മീനുകൾ വാങ്ങുന്നത്. ഇത്ര ക്ലിയറാക്കി ഇത് പ്ലേറ്റ് ഡ്രാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുകയല്ലോ.